കേരളത്തിൽ BJP ഒരു മുഴം മുന്നേ എറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഏതാണ്ട് അനൗദ്യോഗികമായിട്ട് പല മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിയമസഭാ സ്ഥാനാർത്ഥികളും അവിടെ ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളതാണ് BJP കണ്ടിരുന്നത്. അത് ഏതാണ്ട് ഫലവത്തായി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിയും എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് കേരളത്തിലെ BJP ഘടകം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കേന്ദ്രം അതിന് സർവാത്മന പിന്തുണയും നൽകുന്നു. പ്രത്യേകമായിട്ട് കേരള ഘടകത്തെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിലാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏതാണ്ട് 30-35,000 വോട്ടുകൾക്ക് മുകളിൽ കിട്ടിയ മണ്ഡലങ്ങൾ പ്രത്യേകമായി പരിഗണന നൽകിയിരിക്കുകയാണ്. അത് A ക്ലാസ് മണ്ഡലങ്ങളായി കണ്ടുകൊണ്ട് അവിടുത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണിപ്പോൾ നടത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇവർ ഉന്നം വച്ചിരിക്കുന്നത് തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂർ ജില്ലകളാണ്. ഇതിൽ തിരുവനന്തപുരം വളരെ പ്രധാനപ്പെട്ട BJPയുടെ പ്രത്യേക നിരീക്ഷണത്തിൽ തന്നെ നിൽക്കുന്ന ഒരു ജില്ലയാണ്. തിരുവനന്തപുരത്ത് ഈ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ മണ്ഡലം നേമമാണ്. നേമത്തെ സ്ഥാനാർത്ഥി തന്നെ പ്രഖ്യാപിച്ചു താൻ തന്നെ ആയിരിക്കും എന്ന്. അത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ തൃശ്ശൂരിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. ആ പ്രഖ്യാപനത്തിന് പിന്നിൽ കേന്ദ്ര നേതൃത്വം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നേമത്തിൽ ഇവർക്ക് BJPയെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലം തിരികെ പിടിക്കുക എന്നുള്ളത് അഭിമാന പോരാട്ടമാണ്. അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് കഴക്കൂട്ടം. കഴക്കൂട്ടത്ത് കേന്ദ്ര സഹമന്ത്രിയായിരുന്ന V മുരളീധരനായിരിക്കും മത്സരിക്കുക എന്നുറപ്പായിരിക്കുകയാണ്. ഇപ്പോൾ BJP ഏതാണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്ന 35 സീറ്റുകളിലും ഏതാണ്ട് അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിലേക്ക് പോകുന്നതാണ്. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളുമാണ്. നേമത്തും കഴക്കൂട്ടവും കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നായ വട്ടിയൂർക്കാവിലാണ്. വട്ടിയൂർക്കാവിൽ പല പേരുകൾ മുൻപേ തന്നെ ഉയർന്നിട്ടുള്ളതാണ്. ചലച്ചിത്ര നടൻ കൃഷ്ണകുമാർ, അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശാസ്തമംഗലം വാർഡിൽ നിന്ന് BJPക്ക് വേണ്ടി നിന്ന് വിജയിച്ച മുൻ DGP ശ്രീലേഖ എന്നിവരുടെ പേരുകളാണ്. ശ്രീലേഖ അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ കേരള ഘടകം കേന്ദ്രത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തും ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കുന്നതിന് എന്നാണ് അറിയുന്നത്. മുൻപ് ഉയർന്ന മറ്റ് ചില പേരുകൾ കൂടി K സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രൻ്റെയും പേര് വട്ടിയൂർക്കാവിൽ ഉയർന്നതാണ്. പക്ഷേ ഇപ്പോൾ അവസാന നിമിഷത്തിൽ ശ്രീലേഖയും കൃഷ്ണകുമാറുമാണ് നിൽക്കുന്നത്. എന്തായാലും BJPക്ക് വട്ടിയൂർക്കാവ് വളരെ പ്രസ്റ്റീജ് മണ്ഡലമാണ്. അവിടെയും അതിശക്തമായ ത്രികോണ മത്സരമാണിക്കും നടക്കുക എന്നുള്ളത് ഉറപ്പാണ്. കോൺഗ്രസിൽ നിന്ന് K മുരളീധരൻ രംഗത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ LDFിൽ നിന്ന് CPMലെ VK പ്രശാന്തും മണ്ഡലത്തിൽ അടുത്ത തവണയും മത്സരിക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിശക്തമായ ത്രികോണ മത്സരമായിരിക്കും. K മുരളീധരൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് RSSകാർ കൂടുതൽ പ്രവർത്തിക്കുന്ന
ഒരു മണ്ഡലമായിട്ട് വട്ടിയൂർക്കാവ് മാറുകയും ചെയ്യും. കാരണം BJPയുടെ അക്കൗണ്ട് നേമത്ത് പൂട്ടിച്ചതിൻ്റെ കാരണക്കാരനായി കാണുന്നത് കെ മുരളീധരനെയാണ്. അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ ഏത് മണ്ഡലത്തിൽ വന്നു നിന്ന് മത്സരിച്ചാലും RSS മുരളീധരനെ തോൽപ്പിക്കാനായിട്ടുള്ള പ്രവർത്തനം അതിശക്തമാക്കും എന്നറിയുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് കെ മുരളീധരൻ തിരുവമ്പാടിയിലേക്കും കൊടുവള്ളിയിലേക്കും ലീഗിൻ്റെ ആധിപത്യമുള്ള മണ്ഡലങ്ങളിലേക്ക് പോകാൻ താല്പര്യം കാണിച്ച് നിന്നതും. പക്ഷേ ഒടുവിൽ വട്ടിയൂർക്കാവിലേക്ക് തന്നെ എത്തും എന്നാണ് അറിയുന്നത്. അടുത്തത് ഈ ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കും എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ 3 മണ്ഡലങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പരിഗണനയിൽ ഇല്ല. ഹരിപ്പാടും പാലക്കാടും കായംകുളത്തുമാണ് ശോഭാ സുരേന്ദ്രന്റെ പേര് വരുന്നത്. ഇതിൽ ഹരിപ്പാടും കായംകുളവും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന 2 നിയമസഭാ മണ്ഡലങ്ങളാണ്. കായംകുളത്ത് നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിച്ചു. ഏതാണ്ട് വിജയസാധ്യത ഉറപ്പിക്കാവുന്ന ഒരിടം കൂടിയാണ്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും നമുക്കറിയാം, അതിപ്പോൾ മലപ്പുറത്ത് കൊണ്ട് നിർത്തിയാലും അറിയാം 10 വോട്ട് കൂടുതൽ ലഭിക്കും എന്നുള്ളത്. പക്ഷേ ഇക്കുറി എവിടെ ആയിരിക്കും എന്നുള്ളത്, കാരണം ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ ആദ്യമേ തീരുമാനമൊന്നും ഉണ്ടാകാറില്ല. അവസാന നിമിഷത്തിൽ മാത്രമായിരിക്കും അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ അവസാന നിമിഷമാണ് വന്നത്. എങ്കിലും 3 ലക്ഷം വോട്ടാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ നേടിയത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പോൾ 3 മണ്ഡലങ്ങളാണ് പറയുന്നത്, ഹരിപ്പാടും പാലക്കാടും കായംകുളവും. 2016 പാലക്കാട് മണ്ഡലത്തിൽ ശോഭ മത്സരിച്ചതാണ്. ഇനിയിപ്പോൾ MT രമേശിനും 2 മണ്ഡലങ്ങളാണ് പറയുന്നത്, ഒന്ന് തൃശ്ശൂരും മറ്റൊന്ന് കോഴിക്കോടുമാണ്. അതുപോലെ കെ സുരേന്ദ്രന്, BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രന് മഞ്ചേശ്വരം തന്നെ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ മുൻപ് നിസ്സാരമായ വോട്ടുകൾക്ക് മാത്രമാണ്, 100-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് തോറ്റത്. അതുകൊണ്ട് സുരേന്ദ്രൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അത് പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് BJPയുടെ നേതൃത്വം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രനോട് മഞ്ചേശ്വരം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കാൻ പറഞ്ഞിരിക്കുന്നതും. അതുപോലെ BJPയുടെ ഏറ്റവും അതിപ്രധാനമായി നോട്ടമിട്ടിരിക്കുന്ന പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലം സഖാവ് VS അച്യുതാനന്ദന്റെ മണ്ഡലമായിരുന്നു. അവിടെ VS അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാർ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്നാണ് അറിയുന്നത്. മലമ്പുഴയിൽ BJPയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തന്നെയായിരിക്കും മത്സരിക്കുക. BJPക്ക് പ്രതീക്ഷയുള്ള ഇടങ്ങളാണ് തിരുവനന്തപുരം സെൻട്രലിലെ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണെങ്കിൽ പോലും അവർ പലപ്പോഴും ഏതാണ്ട് 3-ാം സ്ഥാനത്തേക്ക് പോയിട്ടുള്ള മണ്ഡലമാണ്. കരമന ജയന്റെയും അതുപോലെ തന്നെ ചലച്ചിത്ര നടൻ കൃഷ്ണകുമാറിൻ്റെയും പേരുകളാണ് തിരുവനന്തപുരം സെൻട്രലിൽ കേൾക്കുന്നത്. വട്ടിയൂർക്കാവിലാണ് കൃഷ്ണകുമാറിനെ നേരത്തെ തീർച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് മാറ്റാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം വട്ടിയൂർക്കാവ് ഇപ്പോൾ നേമം പോലെ തന്നെ ഇവർക്കൊരു വലിയ അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. കാരണം മുൻപ് ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ 2-ാം സ്ഥാനത്ത് വന്ന ഇടം കൂടിയാണ്. അപ്പോൾ BJPയുടെ മുതിർന്ന നേതാക്കന്മാരുടെ മണ്ഡലങ്ങൾ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.